ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതും നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചെങ്ങാനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോവരുത്. ഞാനൊരു 8 കഷ്ണം ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. ബ്രെഡ് ഓൾറെഡി മധുരമുള്ളതായതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു അപ്പക്കാരവും ചേർത്തിട്ടുണ്ട്. ഇനി 2 ഏലക്കായ് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുതിരാൻ വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും. അത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ബോളുകളാക്കി എടുക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ അത് ബോളാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പണിയുമില്ല, നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. 3-4 എണ്ണമൊക്കെ ഇട്ട് എടുക്കുക. വലിയ ചട്ടിയാണെങ്കിൽ ഇത് ഒന്നിച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കോരി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്തും തിരിച്ചിടുന്ന സമയത്തും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കളറായി ചേഞ്ചായി കിട്ടും. പിന്നെ ഇത് വേവാനൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനെൻ്റെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട പേര് ബ്രെഡ് ഉണ്ണിയപ്പം എന്നാണ്. ഇനി ബ്രെഡ് ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ നമ്മളെ എല്ലാ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി.